ഹലോ, അസ്സലാമു അലൈക്കും. ഇതായിരുന്നു കേട്ടോ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ പട്ടാമ്പി പാലത്തിൻ്റെ ഒരവസ്ഥ. പെരും മഴയായിരുന്നു ഒരാഴ്ച മുമ്പ്. ആ മഴയത്ത് ഞങ്ങളെ പട്ടാമ്പി പാലൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ആകെ തൂഫാനായിട്ട് പ്രശ്നത്തിലായിരുന്നു. ഞങ്ങൾക്ക് വർക്കിനൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് ലോങ് വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ വർക്കിന് പോയിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ എന്തായാലും മഴയൊക്കെ കുറച്ച് കുറഞ്ഞു. പിന്നെ പാലം തുറന്നു. പാലം അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ പട്ടാമ്പി പാലത്തിലൂടെ വർക്കിന് പോവുകയാണ്. ഇപ്പോൾ പോകുന്നത് ഒരു സ്പെഷ്യൽ കസ്റ്റമർ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ആരാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പ്രിയപ്പെട്ട നൗഫൽ. ഉമ്മയും മോനും എന്ന ചാനലിലൂടെ മലയാളി പ്രേക്ഷകർ കണ്ട് പരിചയമുള്ള നമ്മളെ പ്രിയപ്പെട്ട നൗഫൽ. ഓക്കെ, അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നൊരു വർക്കിന് വേണ്ടി വന്നതാണ്. അവന് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നമ്മളൊരു 1-1.5 വർഷം മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അവർ 100% എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവരെ പുതിയ വീട്ടിലേക്ക് നമ്മൾ വർക്കിന് വേണ്ടി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയ വീടായതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ മോഡൽ എടുപ്പുണ്ട്. ആ പുതിയ മോഡൽ ഞങ്ങൾ ഓരോ വർഷം ഓരോരോ പുതിയ പുതിയ മോഡലുകൾ ഇറക്കുന്ന കൂട്ടത്തിൽ ഈ വർഷം ഇറങ്ങിയാണ് ഏറ്റവും നല്ലൊരു പുതിയ മോഡൽ അടുപ്പ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. എന്തായാലും ആ അടുപ്പാണ് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നൗഫലിൻ്റെ വീട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായാലും വർക്കിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്ന് കാട്ടിത്തരാം. ഇതൊരു കൊടുക്കും ഇത് 240 രൂപയാണ്. മുമ്പ് മാത്രമേ യോഗം ഉണ്ടായില്ല. ഇത് ചെടി റൂമാണ്. ചെടിയ സാധാരണ ഡെയിനായി ചോദിക്കാൻ ഈ നമ്മൾ എപ്പോഴും റൂമിൽ സ്റ്റഡി ഏരിയ വെക്കുമ്പോൾ പ്രശ്നം എന്താ പറയുക, കുട്ടികൾ പഠിക്കുന്നുണ്ടോ മൊബൈൽ കളിക്കുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിൽ ഇരുന്നിട്ട് പഠിക്കാതെ ഇതുവരെ സ്റ്റഡി ബോക്സ് വരും. ഇവിടെ നല്ലൊരു കുഷൻ വന്നിട്ട് നമുക്ക് ഇരുന്നിട്ട് ഇതാക്കാനുള്ള ഇവിടെ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞാൽ സമയത്ത്. അപ്പോൾ ഇത് മൊത്തം വിശാലതായിട്ട് കടന്നു കഴിഞ്ഞാൽ ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന ചോറാക്കും. അല്ല, ഞാൻ ഈ വർക്ക് എടുക്കുന്നത് 8 വർഷം. ഓരോ വീടും പോകുമ്പോൾ ഞാൻ നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കല. ഇതേ ഇവിടെ നമ്മൾ അടുപ്പ് വെക്കണം. കറക്റ്റ് നമ്മൾ എപ്പോൾ കൊടുക്കുമ്പോഴേ ചുമണിക്കൊണ്ട് കറക്റ്റ് സെന്ററിൽ അടുപ്പ് കൊടുക്കലാണ് കാണാൻ വൃത്തി. ചിലൊരു സൗകര്യത്തിന് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ സാധനങ്ങൾ ഇറക്കിയാൽ സ്പേസ് കിട്ടൂല. ഇതിപ്പോ അറിയൂല, കാരണം ഈ അളവിൽ അതിന് 2 സൈഡിൽ സാധനങ്ങൾ ഇറക്കിയ സ്പേസ് ഉണ്ട്. വർക്ക് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിനിഷ് ഉണ്ടാവും. അത് സെന്ററിൽ അതായത് ഇവിടെ വൈറ്റ് ടൈൽ കൊടുക്കാം, അവിടെ വൈറ്റ് ടൈൽ കൊടുക്കണം. വൈറ്റ് ടൈൽസ് കൊടുത്താൽ ഗുണം കാര്യം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ട് കാണില്ല. അതിന്റെ തെളിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ആരെങ്കിലും ചിലപ്പോ പറയും അടുപ്പാണ് കരിപ്പിക്കൂലെ എന്നിട്ട് ഒരു ഡാർക്കോ ബ്ലാക്കോ കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഉതിപ്പ് നഷ്ടപ്പെടാം. അപ്പൊ വെച്ചാൽ വൈറ്റ് കൊടുക്കാം. ആഴ്ചക്ക് ഒരിക്കൽ ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്ത് പോയിട്ടുള്ളൂ. ഇത് വലിയ ടൈല ഒട്ടിക്കണം കൊടുത്തോ. അതിന് തന്നെ എല്ലാവരും കൊടുക്കണം. ഞാൻ ഫോട്ടോസ് അയച്ചൊന്നുമില്ലേ, ഓരോ അടുപ്പിന്റെ ഒക്കെ ഫോട്ടോസ് നമ്മൾ പലയിടത്തും കാണാനല്ലേ. ഇതിലൊക്കെ വൈറ്റ് ഇത് ടൈൽസ് പണിക്കാരന്റെ വീട്ടിൽ ചെയ്താൽ ഇതിപ്പോ സംഭവം വെച്ചാൽ വൈറ്റ് അടുക്കള എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ പറഞ്ഞാൽ അത് പൊടി പിടിച്ച് നിങ്ങളെ കൊണ്ട് ഞാൻ കണ്ടിടത്തോളം കേട്ടോ. കണ്ടിട്ട് ഞാൻ നമുക്ക് വൈറ്റാ വൃത്തിണ്ടാവും. വൈറ്റാ വൃത്തിണ്ടാവും. അപ്പോ അടിയിൽ ഗ്രാനൈറ്റ് ഇതും എന്റെ പെങ്ങളെ വീട്ടിലത്തെ അടുപ്പാ. അവർക്ക് ഒരു പകടത്തിൽ പിടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഓരോ വീട്ടിലത്തെ ടൈൽസാണ് കേട്ടോ. അതിൽ ഈ ടൈൽസിനെ കുറിച്ച് നോക്കി നോക്കുക. ഇതൊരു എഞ്ചിനീയറെ കൊടുവള്ളിയിലുള്ള ഒരു എഞ്ചിനീയറെ പെങ്ങളെ വീട്ടിൽ ചെയ്ത് വർക്കാം. നല്ല വൈറ്റ് ഫുൾ പ്യൂർ വൈറ്റ് ആണ് കൊടുക്കുന്നത്. അടുപ്പെടുത്ത് കാണിക്കും. അതായത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലേ നല്ല തെളിച്ച് തോന്നും പെട്ടെന്ന്. അത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. എൻ്റെ ഇഷ്ടമാണുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് വല്ലപ്പോഴും ഒരു വീട്ടിൽ ചെയ്തതാണ്. അത് ഫുള്ള് ചന്ദ്ര കുട്ടിച്ചിട്ട് ടൈപ്പ് ഫുള്ള് അത് ബീമടക്കം ടൈപ്പ് ഇട്ടിട്ട് ഓരോ വർക്കിന് അടുപ്പും ഗ്യാസും പാട്ട് അടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ഒരു വെറൈറ്റി കിച്ചൺ ആക്കണം. കാരണം നമുക്ക് കിച്ചണിൽ ഇതൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. കുക്കിങ്ങിന്റെ കംപ്ലീറ്റ്, അതായത് വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അവൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടേതായിട്ടുള്ള സംഭവങ്ങൾ
ഉണ്ടാക്കാം. അപ്പോൾ കിച്ചണിൽ അത്യാവശ്യം ലൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് തീം. ലൈറ്റ് ഞാൻ മുകളിൽ കൊടുത്തത്. പിന്നെ അത് സ്റ്റോർ റൂമായിട്ട് തട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബാത്റൂം വലുതായിരുന്നു. എനിക്ക് അടുക്കളയ്ക്ക് സ്റ്റോർ കിട്ടാൻ വേണ്ടിയിട്ട് അതാക്കി. പിന്നെ അതിൻ്റെ മുകളിൽ വലിയ ചമ്പട്ടികളൊക്കെ തിരികാൻ ഉണ്ടാക്കി. കുറേ സെറ്റപ്പുകൾ അല്ല ഒരു സ്ഥലവും വേസ്റ്റ് ആക്കിയില്ല. അടുത്ത സംക്രാന്തി കൊടുക്കുന്നത് ഞാനത് എന്താ ഇതാണ് കാസ്റ്റിന്റെ റിങ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ. ഇതിന് മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആദ്യം നമ്മുടെ അടുപ്പ് എടുത്ത് ഇഷ്ടിക റൗണ്ട് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? ഇഷ്ടിക റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തേക്കും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂട് വേഗം നമ്മൾ സാധാരണ ഇഷ്ടി വെച്ച് കെട്ടി കത്തിക്കാനെക്കാട്ടി കുറച്ചുകൂടി ഹീറ്റിന് അഡീഷണൽ ഫീൽ ചെയ്യും. പിന്നെ വേറെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ വിറക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ റഫായിട്ട് അടുപ്പിലേക്ക് ഇടുക. അപ്പൊ ഇട്ടിട്ട് ഈ തേപ്പാണി പെട്ടെന്ന് പൊട്ടി പോകും. ഇതാകുമ്പോ അങ്ങനെ പോകില്ല. കാണാൻ ഫിനിഷിംഗ് ആണ് മാത്രം. ഇരുമ്പ് സിസ്റ്റം അല്ല, ഇത് നമ്മൾ ഇതേപോലത്തെ കരിമണലില് നെയ്യ് അടിച്ചിട്ട് ഉരുക്കി ഒഴിക്കുന്ന സാധനമാണ്. നമ്മൾ ഇന്ത്യയിലെ ചട്ടില്ലേ, സ്ത്രീകൾക്ക് കൂടുതൽ അറിയാൻ ഇന്ത്യയിലെ ചെയ്യുന്ന ചട്ടിനെ കുറയില്ലേ, അതിന്റെ മെറ്റീരിയലാണ് ഈ സാധനം. വെയിറ്റ് കുറഞ്ഞത് ഉണ്ട്. ഇതിന്റെ വെയിറ്റ് കൂടിയതൊക്കെ ഉണ്ട്. ഞാൻ ഇതാണ് ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ തൂക്കി നോക്കുക. അതായത് ത്രാസിനെ തൂക്കി നോക്കിക്കോട്ടെ നിങ്ങൾ പറയും. അപ്പൊ വില കുറഞ്ഞ അടുക്കള സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ ഇതാണ് നമ്മൾ അടുപ്പിന്റെ പ്ലേറ്റ് കേട്ടോ. ഈ അടുപ്പിന്റെ പ്ലേറ്റ് ആൾക്കാർക്ക് ഫോട്ടോസിൽ കാണുമ്പോൾ ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ ഇത് ഫുള്ള് കാറ്റിന്റെ പ്ലേറ്റ് ആണ്. ഇതുണ്ടോ, ഫുൾ നിറവ് പ്ലേറ്റ് ആണത്. ഏകദേശം അതായത് 18 mm തിക്കൻസ് ആണ് ഇതുള്ളത്. ഇത് 3 പ്ലേറ്റ് ജോയിൻ ചെയ്തിട്ട് ചൂടെടുക്കില്ല. സ്റ്റഡ് വെൽഡ് ഇത് കാണാൻ സ്റ്റഡ് വെൽഡ് ഇവിടെ കാണില്ല. അങ്ങനെ ആ വൃത്തിക്കാണ് ചെയ്യുന്നത്. സ്റ്റീലിന്റെ കണ്ടില്ലേ, ഇതാണ് സ്റ്റീലിന്റെ തിക്കൻസ് എന്ന് പറയുന്നത്. ഈ കാരണമുള്ള സ്റ്റീലാ. ഈ സ്റ്റീല് കത്തിപ്പോവില്ല, ദ്രവിക്കില്ല, പൊള്ളക്കൂല, ഒക്കെ ഉറപ്പാണ്. കാരണം ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കണ്ട. 10 വർഷത്തെ റിപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ഈ സാധനം കത്തിപ്പോവുകയോ ദ്രവിക്കുകയോ പൊള്ളക്കുകയോ ചെയ്താൽ ഇത് ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കാനുള്ള ഗ്യാരണ്ടി. അപ്പൊ അതിനും ഇതൊന്നുമില്ല, ഒന്നും ചിന്തിക്കണ്ടാന്ന്. ഇതിന്റെ കാര്യം എന്താ അറിയോ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ എടുക്കണ്ട. എന്റെ കസ്റ്റമർ ഉണ്ടല്ലോ, ഉപയോഗിച്ച കസ്റ്റമർ, അതായത് എന്റെ വീഡിയോ കണ്ടിട്ടും നമ്മൾ ലീലാത്തതൊക്കെ വീഡിയോ കണ്ടിട്ട് ചെയ്ത കസ്റ്റമറുടെ കമന്റുകൾ ഉണ്ടാവും നമ്മളെ ഈ വീഡിയോസിനിടയിൽ. അത് മാത്രം നോക്കിയാൽ മതി. അതാണ് എന്റെ അറിവ്. അപ്പോൾ ഞങ്ങൾ ഈ പുതിയ മോഡൽ അടുപ്പിൻ്റെ വർക്ക് ഏകദേശം ഒരു 80% തീർന്നിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി വർക്കുകളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രാനൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഗ്രാനൈറ്റും അതിൻ്റെ വൈറ്റ് ടൈൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാലാണ് അതിൻ്റെ വൃത്തി ഭംഗിയൊക്കെ എടുത്ത് കാണിക്കുക. അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തിലെ ഏറ്റവും പുതിയ മോഡൽ അടുപ്പ്. എറീക്ക എന്നുള്ളതാണ് ഈ അടുപ്പിൻ്റെ പേര്. ഈ അടുപ്പെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 4 മാസമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാനിത് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് കേൽബ്രോ ബിജു റിവ്യൂക്ക് എന്ന ചാനലുണ്ടല്ലോ, നമ്മളെ ബിജു ഏട്ടൻ്റെ ചാനൽ, കണ്ണൂർക്കാരത്തെ അവരുടെ ചാനലിലാണ് ഞാനിത് ആദ്യം ചെയ്തത്. പിന്നെ കണ്ണൂരുള്ള ഒരു കസ്റ്റമർ, 2-3 കസ്റ്റമർ, ആകെ 4ാമത്തെ കസ്റ്റമറാണ് നമ്മുടെ നൗഫൽ. ഈ അടുപ്പ് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ചെയ്യലില്ല. എന്തായാലും വീടൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് എന്താ പറയുക, കുറച്ച് ലക്ഷറി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ് ഈ അടുപ്പ് ഓർഡർ ചെയ്യാറ്. അടുപ്പെന്ന് വെച്ചാൽ നമ്മളുടെ പല ടൈപ്പ് അടുപ്പുകളുണ്ട്. എന്തായാലും നൗഫലിൻ്റെ സ്വപ്നമായ ഈ പുതിയ വീട്ടിൽ നമ്മൾ പുതിയ മോഡൽ അടുപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നൗഫലിൻ്റെ വീഡിയോസുകൾ ഞങ്ങൾ ആദ്യം മുതലേ കാണാറുള്ളതാണ്. നൗഫലിൻ്റെ പഴയ ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയണതാണ്. എന്തായാലും അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ പ്രയത്നങ്ങളെ കൊണ്ട് അവൻ്റെ കഷ്ടപ്പാടുകളെല്ലാം അവന് അറിഞ്ഞ് തരണം ചെയ്ത് നേടിയെടുത്തതാണ്. എന്തായാലും അൽഹംദുലില്ലാ നല്ല റാഹത്തുള്ള സന്തോഷമുള്ളൊരു വീട്. എന്തായാലും ആ വീടിൻ്റെ ഫുൾ വർക്ക് തീർന്നിട്ട് നമുക്ക് ബാക്കി കാണാം. എന്തായാലും ഈ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവരോടും സന്തോഷം. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.